വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൺസ്ട്രെയിൻസ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനൊക്കെ കണ്ടു. ദീസ് ആർ ദ കണ്ടീഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് വിച്ച് ആർ ഇമ്പോസ്ഡ് ഓൺ ദി മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ഹെൻസ് ഇറ്റ്സ് ലിമിറ്റ് ദി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓർ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസിങ് ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് അതാണ് നോക്കുന്നത്. സോ ആദ്യത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. ഒന്നേ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോളോണോമിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈനാമിക്കൽ സിസ്റ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, സോ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ദ മോഷൻ ഓഫ് ദി റിജിഡ് ബോഡി. റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പെന്നുണ്ടെന്ന് വിചാരിക്കുക. ദ പെൻ ഈസ് എ റിജിഡ് ബോഡി അല്ലേ. അപ്പോൾ അതിൽ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ ആ പെന്ന് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ പെന്ന് മൂവ് ചെയ്താലും ഏത് മോഷനിലാണെന്ന് പറഞ്ഞാലും എന്താണ് ആ ഒരു ഡിസ്റ്റൻസ്, 2 പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. എന്തായിരുന്നു? RI മൈനസ് RJ ഇസ് ഈക്വൽ ടു CIJ. സോ ഇവിടെ ഞാൻ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ട്. ആ കോർഡിനേറ്റിൽ എന്താണ്? ഒരു റിജിഡ് ബോഡിയുടെ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ആയിട്ട് ഇവിടെ ith പാർട്ടിക്കിൾ, ഇവിടെ jth പാർട്ടിക്കിൾ എന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ RI, ഇതിൻ്റെ പൊസിഷൻ വെക്ടർ RJ. ഈ ഡിസ്റ്റൻസാണ് CIJ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് എങ്ങനെയാണ് പറയുക? ഇങ്ങനെ ഒരു വെക്ടർ ഇത് RJ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. ദെൻ ഇങ്ങോട്ട് CIJ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡായിരിക്കും. ഇതായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ്? RI. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? RJ പ്ലസ് CIJ ഇസ് ഈക്വൽ ടു RI. ഇതിൻ്റെ അകത്ത് നിന്ന് CIJ എങ്ങനെ എഴുതാൻ പറ്റും? CIJ ഇസ് ഈക്വൽ ടു RI മൈനസ് RI മൈനസ് RJ അല്ലേ. സോ ഇത് നമുക്ക് മോഡ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇതൊരു വെക്ടർ RI, പിന്നെ ഇതൊരു വെക്ടർ RJ. ഈ 2 സൈഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, RI ആൻഡ് CIJ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഇതായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ്. ഏതാണ്? RJ. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും RI പ്ലസ് CIJ ഇസ് ഈക്വൽ ടു RJ. അങ്ങനെയാണെങ്കിൽ CIJ എങ്ങനെ എഴുതാം? CIJ ഇസ് ഈക്വൽ ടു RJ മൈനസ് RI. സോ അതുകൊണ്ടാണ് ഒന്നെങ്കിൽ CIJ എന്ന് പറയുന്നത് RJ മൈനസ് RI ആയിരിക്കും, അല്ലെങ്കിൽ CIJ എന്ന് പറയുന്നത് RJ മൈനസ് RI ആയിരിക്കും. സോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മളതിന് മോഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. RI മൈനസ് RJ ഇസ് ഈക്വൽ ടു CIJ. എന്നിട്ട് എന്താണ്? നമ്മൾ കോൺസ്റ്റൻ്റ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ RI മൈനസ് RJ സ്ക്വയർ മൈനസ് CIJ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഒരു ഈക്വൽ സൈനായിട്ട് നമുക്ക് ഈ ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ കൺസ്ട്രെയിൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻസ് കണക്റ്റിംഗ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എ ടൈം t അല്ലേ. അപ്പോൾ ഇതാണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിളാണ്, അതിനുള്ളൊരു എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡലത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെയായിട്ട് ഞാൻ സിമ്പിൾ പെൻഡലത്തിൻ്റെ ഹോളോണോമിക്ക് ഞാൻ കുറച്ച് ഇപ്പുറത്തെ പേജിൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോട്ട് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇവിടെ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് വേറൊരു ടൈമിൽ. എന്താണ്? കൺസ്ട്രെയിൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ കണക്റ്റിംഗ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എ ടൈം t. അപ്പോൾ ജനറൽ ഇക്വേഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F of R1, R2, R3 എക്സെട്ര അപ് ടു Rn t ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ജനറൽ ഇക്വേഷനിൽ നമുക്ക് ഈ ഹോളോണോമിക് സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരുന്നിരിക്കുക. ഹോളോണോമിക് കൺസ്ട്രെയിൻസിന് വേറൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ഫിയർ. ഓക്കെ, ഒരു സ്ഫിയർ. ആ സ്ഫിയറിൽ ഒരു പാർട്ടിക്കിളുണ്ട്, P എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് പാർട്ടിക്കിൾ P ഈസ് അലൗഡ് ടു മൂവ് ഓൺ ദി സർഫസ്. അതായത് ആ സർഫസിൽ മാത്രം മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പൊസിഷൻ എടുത്താലും ഈ P എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും?
ആ സ്ഫിയറിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും, കാരണം സർഫസിലാണ് പാർട്ടിക്കിൾ ഉള്ളത് അല്ലേ. സോ ആർ ഈസ് ഈക്വൽ ടു പി. അപ്പോൾ ആറിനെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ച് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ holonomic constraint equation in the case of a particle which is moving in the surface. Okay, it is constrained to move on the സർഫസ്. ഇനി അടുത്ത ഒരു എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡലത്തിൻ്റെ എക്സാമ്പിൾ. സിമ്പിൾ പെൻഡലം വളരെ പരിചയമാണ്. സിമ്പിൾ പെൻഡലം എന്താണ്? ഒരു ഫിക്സ്ഡ് സർഫസിൽ നമ്മൾ ഒരു ബോബ് നമ്മൾ എന്താണ് ഫിക്സ്ഡ് സർഫസിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഫിക്സ്ഡ് സർഫസ്, ഇതാണ് അതിൻ്റെ ലെങ്ത്ത് അല്ലേ, ലെങ്ത്ത് ബോബ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ കണ്ട എന്താണ് റിജിഡ് ബോഡിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ അവിടെ 2 പോയിൻ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ ഈ ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ദ വെക്ടർ പൊസിഷൻ വെക്ടർ ആർ എസ് ആർ ബി എന്ന് പറയുന്ന 2 പൊസിഷൻ വെക്ടർ എടുത്തു. ഇനി ഇങ്ങനെ വരുവാണെങ്കിൽ ആർ ബി മൈനസ് ആർ എസ് ഈക്വൽ ടു എൽ. സംശയമുള്ളവർ ആ റിജിഡ് ബോഡിയുടെ കേസ് വന്നിട്ട് നോക്കുക, അതേ രീതിയിൽ തന്നെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ആർ ബി മൈനസ് ആർ എസ് ഈക്വൽ ടു എൽ, ദെൻ ആർ ബി മൈനസ് ആർ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ, ദെൻ ആർ ബി മൈനസ് ആർ എസ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. So this is the holonomic constraint equation in the case of simple pendulum. So holonomic constraintsനെ നമുക്ക് ഇക്വേഷൻ എന്താണ് കോർഡിനേറ്റ്സിനെയും ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനായിട്ട് നമുക്ക് ഈക്വൽ സൈൻ ഇട്ട് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തത് these are the constraints which are not depend on velocity. These are independent of velocity. ഇതാണ് holonomic constraint എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻറ്റ്സ്. ഓക്കെ, അത് നോക്കാം. നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻറ്റ്സ് വരുമ്പോൾ കൺസ്ട്രൈൻറ്റ്സ് റിലേഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഇക്വാലിറ്റീസ്. ഓക്കെ, നമുക്ക് ഒരു ഈക്വൽ സൈൻ മാത്രം ഇടാനായിട്ട് അതിൻ്റെ അകത്ത് പറ്റത്തില്ല ഈ ടൈപ്പിലുള്ള നോൺ ഹോളോണമിക്കിൽ. ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി ഫോമിൽ മാത്രമേ നമുക്ക് നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻറ്റ്സ് അതിൻ്റെ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റൊന്നാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. എക്സാമ്പിൾ നോക്കാം. ഒരു സ്ഫിയറിൻ്റെ അകത്ത് ഒരു എന്താണ് അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ അകത്ത് സ്പെറിക്കൽ സ്ഫിയറിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കിൾ, ഒരു ഗ്യാസ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ. ഇതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6. ഇവിടെ ആയിട്ടാണ് നമ്മുടെ പാർട്ടിക്കിൾ പി എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഗ്യാസ് മോളിക്കിളാണ്, ഇൻസൈഡ് ദി സ്ഫിയർ ആണ്. സോ ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് ഇതിപ്പോൾ ഇതാണല്ലേ. ഈ പാർട്ടിക്കിളിന് ചിലപ്പോൾ ഇവിടെ വരാം, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെയാകും. ചിലപ്പോൾ ഇവിടെ വരാം, ഈ ഡിസ്റ്റൻസ് ഇങ്ങനെയാകും, അല്ലെങ്കിൽ ഇവിടെ വരാം, ഡിസ്റ്റൻസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഓരോ സമയം എന്താണ് ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് മാറാം. പക്ഷേ മാക്സിമം ഈ പാർട്ടിക്കിളിന് പോകാൻ പറ്റുന്ന ദൂരം എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ മാക്സിമം പോകാൻ പറ്റുന്ന ദൂരം ആയതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു 6 മാക്സിമം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? പി ലെസ് ദാൻ 6 ആയിരിക്കണം. ഒരിക്കലും പി ഗ്രേറ്റർ ദാൻ, ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ ഔട്ട്സൈഡായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ ഈ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. കണ്ടോ, അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു ഇൻഇക്വാളിറ്റി ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു കേസാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു ക്യൂബിക് ബോക്സ് എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒന്നാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ട്, ഹൈറ്റ്, ദെൻ ബ്രെഡ്ത്ത്. അപ്പോൾ നോക്കാം, എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ, കാരണം ആ ബോക്സിൻ്റെ ലെങ്ത്ത് എല്ലാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒരു പാർട്ടിക്കിളിന് അതിൽ കൂടുതലായിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. മാക്സിമം പോകാൻ പറ്റുന്ന എല്ല്, അല്ലെങ്കിൽ ആ ലെങ്ത്തിനേക്കാളും കുറവ്. അതുപോലെ തന്നെ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്, സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് പാർട്ടിക്കിളിൻ്റെ ബോക്സ്. അതിൻ്റെ കേസിൽ ഒരു ഇൻഇക്വാളിറ്റി നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ സ്ഫെറിക്കൽ സർഫസ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായിരുന്നു? ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് 6 ആണ്. റേഡിയസ് 6 ആണ്. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ 6 ആണെന്ന് വിചാരിക്കുക. സ്മോൾ r ആണ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ ആ മാക്സിമം ആ പാർട്ടിക്കിളിന് പോകാൻ പറ്റുന്ന ഏതാണ്? അതിൻ്റെ റേഡിയസ് ആണ്. സോ R ഈസ് ഈക്വൽ ടു 6. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയേ, പാർട്ടിക്കിൾ ഇപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് പാർട്ടിക്കിൾ പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്? ഈ പാർട്ടിക്കിൾ താഴോട്ട് വീഴാനുള്ള അല്ലേ
ഒരു ഫോളോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോളോ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയേ, ഇതായിരുന്നു ഇപ്പോൾ ഒറിജിനലി ഇവിടെ ഞാൻ വരയ്ക്കാം. ഇതായിരുന്നു ഒറിജിനൽ പൊസിഷൻ. ഇതാണ് നമ്മുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇത് ഈ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് വിചാരിക്കുക. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു ആർ വരുന്നത് അതിൻ്റെ സർഫസിലാകുമ്പോൾ. ഇനി ഇത് ഫോളോ ഓഫ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസ്, ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ് ഈ റേഡിയസിനേക്കാളും കൂടി അല്ലേ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ് വീണ്ടും ഡിസ്റ്റൻസ് കൂടി. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. ഒന്ന് ആർ ഈക്വൽ ടു ആർ വെൻ ദ പാർട്ടിക്കിൾ ഈസ് ഓൺ ദി സർഫസ്. അത് കഴിഞ്ഞ് മൂവ് ചെയ്ത് താഴെ വീഴുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്റ്റൻസ് മാറി, പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് മാറി. അതെന്തായിരിക്കും, റേഡിയസ് സ്ഫിയറിൻ്റെ റേഡിയസിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആർ ഗ്രേറ്റർ ദാൻ ആർ എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ സ്ക്വയർ ഓർ ആർ സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്, ഒരു കേസുണ്ട്, ഇഫ് ദിസ് പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രൈൻഡ് ഓൺലി ടു മൂവ് ഓൺ ദി സർഫസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെന്ത് ഇക്വേഷൻ ആകും, ഹോളോണോമിക് ആകും അല്ലേ. ഇപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, ഈ പാർട്ടിക്കിൾ ഈ സ്ഫിയറിന് ചുറ്റും ഇങ്ങനെ ഈ സർഫസിൽ കൂടെ മാത്രമാണിത് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഹോളോണോമിക് ആണ്. എപ്പോഴും പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്താണ്, ഈ ആറിന് റേഡിയസിന് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണെങ്കിൽ കഥ മാറും. അപ്പോൾ എന്താകും, അത് നോൺ ഹോളോണോമിക് ആകും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻഡ് ആയിട്ട് മാറും. ഇനി അടുത്തത് ഈ ഒരു ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, വെലോസിറ്റി ഡിപ്പെൻഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെലോസിറ്റി ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എഴുതാൻ പറ്റും. എഫ് ഈസ് ഈക്വൽ ടു R1 R2 R3 എക്സെട്ര അപ് ടു Rn പൊസിഷൻ വെക്ടർ, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി R1 ഡോട്ട്. നമ്മൾ R1 ഡോട്ട് എന്നൊക്കെ എഴുതുന്നത് dr1/dt വരുമ്പോഴാണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ എക്സ് ആണ് പൊസിഷനെങ്കിൽ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ dx/dt വെലോസിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആറാണ്. അപ്പോൾ ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ R1 ഡോട്ട് R2 ഡോട്ട് എക്സെട്ര ദെൻ t ഈസ് ഈക്വൽ ടു 0 എന്ന് ഈ ഒരു നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻസിനെ ജനറലായിട്ട് എഴുതും. ഓക്കെ, ഈക്വൽ ടു 0 തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ ജനറൽ ഫോമിൽ ഈക്വൽ ടു 0 കൊടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ അത് ഈക്വാളിറ്റി ഫോമിൽ മാത്രമേ അതിനെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ എന്നനുസരിച്ച് വേറൊരു രീതിയിൽ കൺസ്ട്രൈൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ സ്ക്ലിറോണോമിക് കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിജിഡ് ബോഡി. ഓക്കെ, റിജിഡ് ബോഡി ഉണ്ട്. അതുപോലെ തന്നെ വിത്ത് ഫിക്സ്ഡ് സപ്പോർട്ട്. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അല്ലേ, വെൻ ദ ടൈം പാസസ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഓർ പൊസിഷൻ. അപ്പോൾ അത് കണ്ടതാണ്. അതിൻ്റെ ലെങ്ത് എന്താണ്, ലെങ്ത് പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ ലെങ്ത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഫിക്സ്ഡ് അല്ലാത്തൊരു സപ്പോർട്ടായിരിക്കണം. അത് വരുമ്പോൾ വേറൊരു ക്ലാസിഫിക്കേഷൻ വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ദ ബീഡ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബീഡ് സ്ലൈഡിങ് ഓൺ ദി റിജിഡ് കർവ്ഡ് വയർ ഫിക്സ്ഡ് ഇൻ എ സ്പേസ്. അപ്പോൾ നോക്കിയാൽ ഇതൊരു ബീഡ്, ഒരു ബീഡ് ഇവിടെ ഉണ്ട്. ആ ബീഡ് എന്താണ്, ഒരു കർവ്ഡ് സർഫസിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു കർവ്ഡ് സർഫസിൽ ഈ ബീഡ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ബീഡിൻ്റെ പൊസിഷൻ, സപ്പോസ് ഈ ബീഡിൻ്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു കർവ്ഡ് സർഫസ്, ഇവിടെ ഒരു ബീഡുണ്ട്. ഈ ബീഡിൻ്റെ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം എങ്ങനെ, പി. ഇപ്പോൾ ഇത് പി എന്ന് പറയുന്നൊരു പൊസിഷനാണെന്ന് വിചാരിക്കുക. പി ആർ തീറ്റ എന്നോ എന്തെങ്കിലും ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ബീഡിൻ്റെ പൊസിഷൻ ഇവിടെയായെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് വീണ്ടും പി അടുത്ത തീറ്റ, ഈ ഒരു പൊസിഷനിൽ തീറ്റയുടെ വാല്യൂ സെയിം ആയിരിക്കും, ഈ ഒരു പൊസിഷനിൽ ആ തീറ്റയുടെ വാല്യൂ സെയിം ആയിരിക്കും. അത് മാറാൻ പോകുന്നില്ല. കുറേ ടൈം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ബീഡ് ഇവിടെ പോയിട്ട് തിരിച്ചിവിടെ വന്നാൽ ആ സെയിം ആദ്യത്തെ കോർഡിനേറ്റ് തന്നെയായിരിക്കും അല്ലേ, പി ആർ തീറ്റ ആയിരിക്കും. ഇവിടെ വരുമ്പം അടുത്ത കോർഡിനേറ്റ് ആയിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്ത് വരുമ്പോഴും തീറ്റയുടെ വാല്യൂ എന്താണ്, മാറുന്നില്ല. സോ ഇതാണ് എന്താണ്
സ്ക്ലീറോണോമിക് കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത്. ഇനി റിയോണോമിക് കൺസ്ട്രൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേ കേസ് തന്നെ, ബീഡിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. റിയോണോമിക് കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കൺസ്ട്രൈൻറ്റ് റിലേഷൻ വിച്ച് ആർ ഡിപ്പെൻഡ് ഓൺ ടൈം. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബീഡ് സ്ലൈഡിങ് ഓൺ എ മൂവിങ് ഓർ റൊട്ടേറ്റിംഗ് വയർ. ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാകും. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വയറെന്ന് വിചാരിക്കുക, ആദ്യത്തെ പൊസിഷൻ വയർ. അപ്പോൾ ഇതിൽ പി ആർ തീറ്റ ടി എന്ന് പറയുന്ന കോർഡിനേറ്റ്, അതായത് അറ്റ് ടി ടൈം ടി കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആറും തീറ്റയാണ്. പക്ഷേ ഈ വയർ ഇവിടെ വെറുതെ ഇരിക്കുകയല്ല, ഇതെന്താണ്, ഇങ്ങോട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന പൊസിഷൻ ഇപ്പോൾ എന്തായി, ഈ പൊസിഷൻ ഇപ്പോൾ എവിടെ എന്തായി, ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെയായി. ഓക്കെ, അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്തല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂയും ചേഞ്ച് ചെയ്തു. അപ്പം പി ആർ തീറ്റ T1 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റിയോണോമിക് കൺസ്ട്രൈൻറ്റിന് ഒരു എക്സാമ്പിൾ. അതുപോലെ തന്നെ വേറൊരു രീതി പറയുകയാണെങ്കിൽ സിമ്പിൾ പെൻഡുലം വിത്ത് വേരിയബിൾ ലെങ്ത്ത്, അല്ലേ, ഫിക്സ്ഡ് അല്ല എന്ന് വിചാരിക്കാം. മൂവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടാണ് സിമ്പിൾ പെൻഡുലത്തിനുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്തും വേരി ചെയ്യും. സോ L ഈസ് ഈക്വൽ ടു L ഓഫ് T എന്ന് എഴുതാം. സോ ഇതാണ് റിയോണോമിക് കൺസ്ട്രൈൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. So that's all about today's class.